നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സഫാരി യാത്രക്ക് പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് മൃഗങ്ങളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ആ യാത്ര എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാരണം അവിടെ നമ്മൾ മനുഷ്യർ കൂട്ടിലും കാട്ടുമൃഗങ്ങൾ പുറത്തുമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ആളുകൾ സഫാരി യാത്രക്ക് പോയിട്ട് അവർക്ക് എട്ടിന്റെ പണികൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾക്ക് നോക്കാം ഈ വീഡിയോയിലേക്ക് കൂടി. വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 1, കാട്ടിലെ രാജാവാണ് സിംഹം എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ബുദ്ധിശാലികളുമാണ്. സോ നിങ്ങൾ ഒരു സഫാരി യാത്രക്ക് കാറിൽ പോവുകയാണെങ്കിൽ എപ്പോഴും കാറിന്റെ ഡോർ ലോക്ക് ചെയ്യാനായി ശ്രദ്ധിക്കുക. എന്തിന് മൃഗങ്ങൾ എങ്ങനെയാണ് കാറിന്റെ ഡോറൊക്കെ തുറക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഇവിടെ ഈ സിംഹം ഒരു കാറിന്റെ ഡോർ തുറക്കാനായി ശ്രമിക്കുന്നത് കാണാം. എന്നാൽ ഇത് ശ്രമം മാത്രമല്ല, ഇവിടെ ഒരു സിംഹം ഒരു കാറിന്റെ ഡോർ തുറന്നതായിട്ടും കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമ്പർ 2, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗമാണ് ജിറാഫ്. ഇവർക്ക് വളരെ വേഗത്തിൽ ഓടാനും സാധിക്കുന്നതാണ്, അതേപോലെ ശക്തിയിൽ ചവിട്ടാനും. സോ ഇവരുടെ ഒറ്റൊരു ചവിട്ടിൽ വേണമെങ്കിൽ ഇവർക്ക് ഒരു മനുഷ്യനെ കൊല്ലാവുന്നതാണ്. എന്നാൽ ജിറാഫുകൾ അഗ്രസീവ് ഒന്നുമല്ല. അവർ മനുഷ്യരെ ആക്രമിക്കാൻ വരില്ല എന്നൊക്കെ നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ കെനിയയിൽ നിന്ന് കുറച്ച് ആളുകൾ സഫാരിക്ക് പോയതാണ്. ആൻഡ് അവർ യാത്ര ചെയ്ത വാഹനമാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പണുമാണ്. അങ്ങനെ അവർക്ക് നേരെ അവരെ ആക്രമിക്കാനായി ഒരു ജിറാഫ് വളരെ വേഗത്തിൽ ഓടി വരികയാണ്. ഡ്രൈവർ വളരെ വേഗത്തിൽ തന്നെ ജീപ്പ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി അതല്ല ഞാൻ ആലോചിക്കുന്നത്, ആ മുന്നിലിരിക്കുന്ന ആളുടെ മാനസിക അവസ്ഥയാണ്. ശരിക്കും പേടിച്ചങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് ദിവസവും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ സർവ്വസാധാരണമായിരിക്കും. നമ്പർ 3, സാധാരണ മനുഷ്യർ പുറത്തു നിന്ന് കൂട്ടിലെ മൃഗങ്ങളെയാണ് നോക്കാറുള്ളത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. പൂച്ച മീൻകാരനെ നോക്കി മീൻ കൊതിച്ചു നിൽക്കുന്നത് പോലെ ഇവിടെ ഒരു കൂട്ടം കടുവകൾ ആ ബസിന്റെ അകത്തുള്ള മനുഷ്യരെ നോക്കുകയാണ്. ഇതിന്റെ ഡോർ ഒന്ന് തുറന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോട്ടറി അടിച്ച പോലെയായിരിക്കും. എന്തായാലും ആ ബസ്സിന് അത്രത്തോളം സേഫ്റ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്തുള്ള ആളുകൾ സേഫ് ആണ്. എന്നാലും നെഞ്ചെടുപ്പ് നല്ലോണം ഉണ്ടാവുന്നതായിരിക്കും അവർക്കെല്ലാം. നമ്പർ 4, ഗൈസ്, ഇവിടെ ഒരു കൂട്ടം സിംഹങ്ങൾ ഒരു പോത്തിനെ ആക്രമിച്ച് കൊന്നു തിന്നാനായി ശ്രമിക്കുകയാണ്. പോത്താണെങ്കിൽ തന്റെ ജീവന് വേണ്ടി രക്ഷപ്പെടാനായി കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കറങ്ങി കറങ്ങി കളിക്കുകയാണ് പോത്ത്. അതേപോലെ സിംഹമാണെങ്കിൽ പിടിവിടുന്നുമില്ല. ഇനി ഈ കാഴ്ച സഫാരിക്ക് വന്ന സഞ്ചാരികൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പോത്ത് രക്ഷപ്പെടാനായി ഓടുമ്പോൾ അവിടെ ഉണ്ടായ ഒരു പിക്കപ്പിൽ പോയി ഇടിക്കുന്നത്. ആ പിക്കപ്പിന്റെ ലൈറ്റ് പൊട്ടിയതായിട്ടും ഈ വീഡിയോയിൽ കാണാം. എന്തായാലും ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി പോത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോത്ത് സിംഹങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നത് കാണാം. എന്നാൽ സിംഹവും പിന്നാലെ ഓടുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ പോത്ത് ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ? ഗൈസ്, അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു സഫാരിക്ക് പോകുമ്പോൾ എപ്പോഴും കാറിന്റെ ഡോർ ലോക്ക് ചെയ്യണമെന്ന്. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വണ്ടിയുടെ വിൻഡോ. വണ്ടിയുടെ ഗ്ലാസും എന്തായാലും അടച്ചിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു സ്ത്രീ വണ്ടിയുടെ ഗ്ലാസും തുറന്ന് ജിറാഫിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു. ആ സമയം ജിറാഫ് ആ വണ്ടിയുടെ അകത്തേക്ക് തലയിട്ടു. പെട്ടെന്ന് ആ സ്ത്രീ ഗ്ലാസ് അടക്കാനായി നോക്കുകയാണ്. അത് വലിയ മണ്ടത്തരം തന്നെയാണ്. അങ്ങനെ ആ ഗ്ലാസ് ജിറാഫിന്റെ തലയിൽ കുടുങ്ങി ഗ്ലാസ് പൊട്ടുകയും ചെയ്തു. നമ്പർ 5, ഡോർ ലോക്ക് ചെയ്യാതെ വെച്ച ഒരു കാർ ആയിരുന്നു ഇത്. കുരങ്ങന്മാരെ സ്വഭാവം നമ്മൾക്കറിയാം. അവർ മോഷ്ടിക്കാൻ വളരെയധികം മിടുക്കരാണ്. അങ്ങനെ കൂട്ടത്തോടെ വന്ന കുരങ്ങന്മാർ ആ കാറിന്റെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായിട്ടും തുടങ്ങി. എന്നാൽ അവർ നിരാശപ്പെട്ടു. ആ കാറിന്റെ അകത്ത് നിന്ന് അവർക്ക് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. കുരങ്ങന്മാർ പ്രതികാരം വീട്ടാനും മിടുക്കരാണ് എന്ന് നമ്മൾക്കറിയാം. അങ്ങനെ ദേഷ്യത്തിൽ ആ കുരങ്ങന്മാർ എല്ലാം കൂടി ആ കാറ് തകർക്കുകയാണ്. കാറിന്റെ വൈപ്പറും ബമ്പറും സൈഡ് മിറേഴ്സും എല്ലാം ഇവന്മാരെ തകർത്തിട്ടുണ്ട്. നമ്പർ 6, ഒട്ടകത്തിന്റെ ഒരു രസകരമായ സംഭവമാണ് ഇനി നമ്മൾ നോക്കാനായി പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന വെറും 8% ആളുകൾ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വീഡിയോസ് ആണ് ഈ ചാനലിൽ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്ക് കൂടുതൽ എഡ്യൂക്കേഷണൽ വീഡിയോസ് ചെയ്യാൻ പ്രചോദനമായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. ബാക്ക് ടു ദി ടോപ്പിക്. സോ ഇവർ കാറിൽ സഫാരി യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ഒട്ടകവുമുണ്ട്, അതേപോലെ ഒട്ടക പക്ഷിയുമുണ്ട്. ഒട്ടക പക്ഷി അതിന്റെ പാട്ടിന് പോയി. എന്നാൽ ഒട്ടകം സാർ അങ്ങനെ ചുമ്മാതെ പോവാൻ തയ്യാറല്ലായിരുന്നു. അവരുടെ കയ്യിൽ അവർ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടായിരുന്നു. ഒരു കപ്പിലായിരുന്നു അതുണ്ടായത്.
അങ്ങനെ ഈ ഒട്ടകങ്ങൾ അത് എടുക്കാനായി വണ്ടിയുടെ ഉള്ളിലേക്ക് തലയിട്ടു. ശേഷം നടന്ന സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. സോ ഇവരും വണ്ടിയുടെ ഗ്ലാസ് അടച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഒട്ടകങ്ങൾ ഭക്ഷണം എടുത്തു പോയിട്ടുണ്ട്, അല്ലാതെ അവരെ ഉപദ്രവിക്കാനൊന്നും നിന്നിട്ടില്ല. അതിന് നമ്മൾക്ക് ഈ ഒട്ടകങ്ങൾക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. നമ്പർ 7, സൗത്ത് ആഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്കിലെ സഫാരിക്ക് പോയതാണ് ഇവർ. ആൻഡ് ഇവർ സഫാരി യാത്ര നടത്തുന്നത് ഒരു ഓപ്പൺ ജീപ്പിലാണ്. അപ്പോഴാണ് അവർ പ്രതീക്ഷിക്കാണ്ട് ഒരു സംഭവം നടന്നത്. വേറൊന്നുമല്ല, കാട്ടിലെ രാജാവ് അവരുടെ വണ്ടിയിൽ അങ്ങ് കയറുകയാണ്. അതെ, ഒരു സിംഹമാണ് അവരുടെ ജീപ്പിലേക്ക് കയറിയത്. എന്നാൽ അവർ എല്ലാവരും അപ്പോൾ തന്നെ ആ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ ഈ സിംഹങ്ങൾ അത്ര അഗ്രസീവ് ഒന്നുമല്ലായിരുന്നു. ഇവരെ ഉപദ്രവിക്കുകയോ അതേപോലെ അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവം ഒന്നുമല്ലായിരുന്നു. ഈ മച്ചാൻ സിംഹത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നതൊക്കെ നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. സോ എന്തുകൊണ്ടാണ് ഈ സിംഹങ്ങൾ ഇവരെ ആക്രമിക്കാത്തത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതിന് കാരണം ഈ സിംഹങ്ങളെ വളർത്തി വലുതാക്കിയത് മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഇവർ മനുഷ്യരോട് അത്യാവശ്യം ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയിൽ ഇവിടെ സഫാരി യാത്ര ചെയ്യുന്നതും. നമ്പർ 8, നമ്മൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മൃഗമാണ് ചീറ്റ. സോ ചീറ്റയുടെ മുന്നിൽ പെട്ടാൽ ഓടി രക്ഷപ്പെടൽ എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പീറ്റർ ഹേസ്റ്റൺ എന്ന ഈ ഫോട്ടോഗ്രാഫർ ആഫ്രിക്കയിൽ ഒരു സഫാരി യാത്രക്ക് പോയതാണ്. അതും ഒരു ഓപ്പൺ ജീപ്പിലായിരുന്നു പോയത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീപ്പിലേക്ക് ഒരു ചീറ്റ കയറി വന്നത്. അദ്ദേഹം ഇറങ്ങി ഓടാനൊന്നും നിന്നിട്ടില്ല, കാരണം ഓടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അനങ്ങാതെ വണ്ടിയിൽ ഇരുന്ന് വീഡിയോ എടുത്തു അദ്ദേഹം. ചീറ്റ വണ്ടിയുടെ അകത്ത് കയറി. ശേഷം കുറച്ച് സമയം വണ്ടിയിൽ ചിലവഴിച്ചതിന് ശേഷം ചീറ്റ തന്റെ പാട്ടിന് പോവുകയാണ്. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഒന്നും തന്നെ നിന്നിട്ടില്ല. നമ്പർ 9. ഓക്കെ, ഇനി നമ്മൾ നോക്കാനേ പോകുന്നത് 2018 നടന്ന ഒരു സംഭവമാണ്. ഇവരുടെ വാഹനം ഒന്ന് നിർത്തിയിട്ടതാണ്. എന്നാൽ അവർ വാഹനം വെച്ച തൊട്ടടുത്ത് തന്നെ ഒരു പുലി ഒരു മാനിനെ കൊന്നു തിന്നതിന് ശേഷം അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ യാത്രക്കാര് അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പുലി എന്ത് ചെയ്തു? അവരുടെ വണ്ടിയുടെ അടുത്ത് വന്നു. അങ്ങനെ ഇവർ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ അനങ്ങാതെ അവിടെ ഇരുന്നു. പുലിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലൊക്കെ മണപ്പിച്ചു നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് പുലി അതിന്റെ നഖം കൊണ്ട് ചെറുതായി ഒന്ന് മാന്തിയിട്ടുമുണ്ട്. പക്ഷെ പിന്നെ പുലി അങ്ങനെ പോവുകയാണ്. ഓൾറെഡി ഒരു ഫുൾ മാനിനെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞത് കൊണ്ടായിരിക്കാം ഈ മനുഷ്യരെ ആ പുലി വെറുതെ വിട്ടത്. നമ്പർ 10. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ സംഭവം കൂടി നോക്കി നമ്മൾക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഹിപ്പോപൊട്ടാമസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ആള് അഗ്രസീവ് ആണ്. അതേപോലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വായുള്ളതും ഹിപ്പോപൊട്ടാമസിന് തന്നെയാണ്. 2023 ബോട്സ്വാനിൽ നടന്ന സംഭവമാണ് ഇത്. ഇവിടെ ഒരു ഹിപ്പോ കൂട്ടൻ സമാധാനത്തിൽ വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ ആ ഹിപ്പോയെ വീഡിയോ എടുത്തത്. കുളിക്കുന്നതൊക്കെ ഒളിനെ വീഡിയോ എടുത്താൽ ആർക്കായാലും ദേഷ്യം വരും. അങ്ങനെ ഹിപ്പോ ഇവരെ ആക്രമിക്കാനായി കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിയെത്തുകയാണ്. ഇങ്ങനെ പലതവണ ഹിപ്പോപൊട്ടാമസ് അവരെ കാണാനെത്തിയ മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.